കണ്ണൂർ ആറളത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. RRT ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വനംവകുപ്പ് മതിയായ ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഫാം ബ്ലോക്ക് 13-ൽ പ്രതിഷേധം നടക്കുന്നത്. നിഖിൽ, ഈ ഒരു വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകാം. ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ സംഭവവും കൂടി കണക്ട് ചെയ്താണ് ഇത്തരത്തിൽ ആറളത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് കരിക്കോട്ടക്കരിയിൽ ഒരു 3 വയസ്സ് പ്രായമുള്ള അതും ഗുരുതര പരിക്കേറ്റ ഒരു ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ അവിടെ അതിനെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് പൂർണ്ണ സജ്ജമായി അവിടെ എത്തുന്നു. വനംവകുപ്പിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ ഇത്തരത്തിൽ വനംവകുപ്പിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ കേന്ദ്രീകരിക്കുകയും ആ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഈ ജാഗ്രതയൊന്നും ആറളം ഫാമിലെ ജനവാസ മേഖലയിലേക്ക്, ആറളം പുനരധിവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകളെ പിടികൂടുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ല വനംവകുപ്പ് എന്നാരോപിച്ചാണ് ആറളം RRT ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രദേശവാസികൾ കടന്നത്. RRT ഓഫീസിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ചില മേഖലകളിൽ ആന ഇറങ്ങിയെന്ന വിവരം ഫോൺ വഴി RRT ഓഫീസിൽ ലഭിച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ച RRTയിലെ ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടായി. പോലീസ് ഏതായാലും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ പോകുന്നത്. നേരത്തെ ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സമയത്ത് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അവിടെ നിന്ന് മാറ്റണം തുടങ്ങിയ ആവശ്യം പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് പകരം ചില മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് വനംവകുപ്പ് ചെയ്തത്. അടിക്കാട് വെട്ടിത്തെളിക്കുക തുടങ്ങിയ, ഒപ്പം അതുപോലെ തന്നെ ആനമതിലിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കുക, തകരാറിലായ സോളാർ ഫെൻസിങ്ങുകൾ അതിന്റെ തകരാർ പരിഹരിച്ച് ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. അതേസമയം കരിക്കോട്ടക്കരിയിൽ ഈ ഗുരുതര പരിക്കേറ്റ ഒരു ചെറിയ ആന ഇറങ്ങിയപ്പോൾ പോലും വലിയ ഗൗരവം വനംവകുപ്പ് അതിന് കൊടുത്തു. ആറളം ഫാമിലെ ജനങ്ങൾക്ക്, പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് ഈ പരിഗണന നൽകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാത്രി സമയത്തും ഇപ്പോൾ RRT ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ആ പുനരധിവാസ മേഖലയിലുള്ള ആളുകൾ നടത്തുന്നത്. കണ്ണൂർ ആറളത്താണ് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത്. RRT ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടിയ പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വനംവകുപ്പ് മതിയായ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നാരോപിച്ചാണ് ഫാം ബ്ലോക്ക് 13-ൽ പ്രതിഷേധം ഈ രാത്രിയിലും നടക്കുന്നത്.